2010 കിട്ടിയ അത്ര വലിയ ആഘാതമില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പമെങ്കിലും ഒരു ആശ്വാസത്തോടെ പറഞ്ഞത് ഈ ഒരൊറ്റ വാചകം മാത്രമാണ്. എന്നാൽ UDF നേതാക്കളെല്ലാം ആവർത്തിച്ചത് 2010നേക്കാൾ വലിയ ആഘാതം എന്നാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 2010നേക്കാൾ വലിയ ആഘാതമാണോ ഇടതുമുന്നണിക്കുണ്ടായത്? എന്തൊക്കെ മാറ്റങ്ങളാണ് 2010മായി താരതമ്യം ചെയ്യുമ്പോഴുള്ളത്? ഒരു കാര്യം സംശയം ഒന്നുമില്ലാതെ സ്പോട്ട്ലൈറ്റ് പറയുകയാണ്. നഗരങ്ങളിൽ 2010 ലഭിച്ചതിനേക്കാൾ വലിയ ആഘാതമാണ് ഇടതുമുന്നണിക്കുണ്ടായത്. അതിൽ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് NDA ഉണ്ടാക്കിയ വളർച്ചയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയുന്നത്. പന്തളത്ത് ഭരണം പോവുകയും പാലക്കാട് വാർഡെണ്ണം കുറയുകയും ചെയ്തത് കാണാതെയുമല്ല. ഭൂരിപക്ഷ നഗരസഭകളിലും BJPയുടെ സീറ്റ് എണ്ണം കൂടിയിട്ടുണ്ട്. വോട്ടിൽ വലിയ തോതിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. BJPയുടെ ഈ വളർച്ച UDFനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് LDFനും വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലും സംഭവിച്ചു. ആ തരംഗത്തിൽ UDF ജയിച്ച ഡിവിഷനുകളുടെ എണ്ണം ഇരട്ടിയായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാനായി വോട്ടുകളെല്ലാം LDFന്റെ പെട്ടിയിൽ വീണെങ്കിലും ഇത്തവണ അത് UDFിലേക്ക് പോയി. ഫലത്തിൽ LDFനും UDFനും ഭരിക്കാനുള്ള എണ്ണം കിട്ടാതെ വന്നു. അത് BJPക്ക് വലിയ നേട്ടമാവുകയും ചെയ്തു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. പഞ്ചായത്തിൽ LDF തോറ്റ വിധം. വോട്ടർമാരെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്ന് തിരിച്ചു പറയുന്നത് അത്ര നല്ല രീതിയല്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് പറയാതെ പോയാൽ ഈ തിരഞ്ഞെടുപ്പ് വിശകലനം പാതി വെന്ത ചോറ് മാത്രമാകും. സോഷ്യൽ എഞ്ചിനീയറിംഗിന് ശ്രമിച്ച് അമ്പയെ വീണുപോയ CPIMനെയാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചു കിട്ടും എന്ന് കരുതിയാകണം തുടക്കം മുതൽ ഒടുക്കം വരെ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും CPIM ആക്രമിച്ചത്. ആ ആക്രമണം ഒരു പരിധി കടന്നതോടെ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണമായി അത് ചിത്രീകരിക്കപ്പെട്ടു. CPIMന് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ നല്ല പങ്കും ഇതുവഴി നഷ്ടമായി. തിരുവനന്തപുരത്ത് അപ്പാടെ സംഭവിച്ചത് ഇതാണ്. ഈ ആക്രമണം നടത്തുമ്പോൾ ഹിന്ദു വോട്ടുകൾ കൂടുതലായി കിട്ടുമെന്നാണ് കരുതിയത്. അത് സംഭവിക്കാതെ പോയതിന് ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: ശബരിമല സ്വർണ്ണപ്പാളി കേസ്. പരമ്പരാഗതമായി CPIMന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ കൂടി ആ വഴിക്ക് നഷ്ടമായി. സ്വർണ്ണപ്പാളി കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചതോടെ ദുർബലമായി. നഗരങ്ങളിലെ വോട്ടുകളിലാണ് ഇത് കാര്യമായും പ്രതിഫലിച്ചത്. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് ചെന്നാലോ? മറ്റെല്ലാ ഫലങ്ങളും നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഗ്രാമപഞ്ചായത്തുകളിൽ സംഭവിച്ചത് എന്താണെന്ന് മാത്രം നോക്കാം. 2010 ഈ മാനദണ്ഡമായി CPIM എടുത്തിരിക്കുന്നത്. 2010 നേരിട്ട് അത്രയും ആഘാതമില്ല എന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് സ്പോട്ട്ലൈറ്റ് എടുത്ത കണക്കുകൾ കാണിക്കുന്നത്. ചില ജില്ലകളിൽ 2010നേക്കാൾ അല്പം ഭേദപ്പെട്ട നിലയിലാണ് LDF എങ്കിലും മറ്റു ജില്ലകളിൽ 2010നേക്കാൾ മോശമായ നിലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആഘാതം 2010മായി താരതമ്യം ചെയ്താൽ ഗ്രാമങ്ങളിൽ അത്ര വലുതല്ല. 2010 28 ഗ്രാമപഞ്ചായത്തുകളാണ് LDFന് കിട്ടിയതെങ്കിൽ ഇത്തവണ 35 പഞ്ചായത്തുകൾ കിട്ടി. UDFന് 2010 31 കിട്ടിയെങ്കിൽ ഇത്തവണ 25 മാത്രമേയുള്ളൂ. NDയുടെ വളർച്ച ഗ്രാമങ്ങളിലും എത്തിത്തുടങ്ങിയെന്ന് ഈ കണക്കുകൾ കാണിക്കുന്നുണ്ട്. 2010 ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തവണ 6 പഞ്ചായത്തുകൾ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഈ കണക്ക് വെച്ചാണ് 2010നേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് LDF എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. കൊല്ലത്തെത്തുമ്പോൾ 2010 37 പഞ്ചായത്ത് കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ 33 മാത്രമാണ്. UDFന് കൊല്ലത്ത് 24 നിന്ന് 32 കൂടുകയും ചെയ്തു. ഒന്നുമില്ലാതിരുന്ന NDA 2 പഞ്ചായത്ത് പിടിച്ചു. പത്തനംതിട്ടയിൽ LDFന് 12 നിന്ന് 11 കുറഞ്ഞു. UDFന് 29 നിന്ന് 34 കൂടി. ഒന്നുമില്ലാതിരുന്ന NDA 4 പഞ്ചായത്ത് ഭരിക്കും. ആലപ്പുഴയിൽ 2010 ഇപ്പോഴും LDFന് 36 പഞ്ചായത്തുകൾ തന്നെയാണ്. NDA ഒന്നുമില്ലായ്മയിൽ നിന്ന് 5 പഞ്ചായത്ത് ഭരിക്കാവുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. കോട്ടയത്തും 2010 അത്ര വലിയ ആഘാതം LDFനില്ല. അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യമാകണം. 9 മാത്രമായിരുന്നു 2010 ഇത്തവണ അത് 19. UDFന് 56 നിന്ന് 44 കുറയുകയും ചെയ്തു. NDA 0 നിന്ന് 3 എത്തി. ഇടുക്കിയിലും സ്ഥിതി സമാനമാണ്. 2010 8 പഞ്ചായത്തുകളാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ 11. UDFന് 40 നിന്ന് 36 കുറഞ്ഞു. BJPക്ക് പഞ്ചായത്തൊന്നുമില്ല. എറണാകുളത്ത് ഏതാണ്ട് അതേ സ്ഥിതിയാണെന്ന് പറയാം. 2010 6 പഞ്ചായത്ത് ജയിച്ചുവെങ്കിൽ അതിപ്പോൾ 7 ആയിട്ടുണ്ട്. BJP അവിടെയും ഭരണത്തിലില്ല. തൃശ്ശൂരിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 28 നിന്ന് 44 കൂടി തല ഉയർത്തി നിൽക്കുന്നു എന്ന് പറയാം. 2010 വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഒരു നിലയിലാണ്. UDFന് 43 നിന്ന് 34 കുറയുകയും ചെയ്തു.
പാലക്കാട് പക്ഷേ തകർച്ചയുണ്ടായ 2010 47 പഞ്ചായത്തുകൾ കിട്ടിയെങ്കിൽ ഇക്കുറി 46 മാത്രമാണ്. NDAക്ക് അവിടെ 2 പഞ്ചായത്തുകൾ കൂടുതൽ കിട്ടി. മലപ്പുറത്ത് 2010 LDFന് 8 പഞ്ചായത്ത് കിട്ടിയതാണ്. ഇക്കുറി 4 എണ്ണം മാത്രമാണ്. UDF അന്നും ഇന്നും 87. ഇനി കോഴിക്കോട് 2010 34 പഞ്ചായത്ത് കിട്ടിയെങ്കിൽ ഇത്തവണ അത് 27 മാത്രമാണ്. UDF 37 നിന്ന് 39 സ്ഥിതി മെച്ചപ്പെടുത്തി. മലപ്പുറത്തും കോഴിക്കോടും ഒന്നും NDAക്ക് പഞ്ചായത്തുകളിൽ ഭരണമില്ല. വയനാട്ടിലേക്ക് വന്നാൽ അവിടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. LDFന് 3 നിന്നും 6 UDFന് 20 നിന്നും 16 കുറഞ്ഞു. കണ്ണൂർ ജില്ലയിലും താഴേക്കാണ്. 2010 വലിയ തകർച്ചയിലും 53 പഞ്ചായത്തിലെ ഭരണം പിടിച്ചെങ്കിൽ ഇത്തവണ അത് 48 മാത്രമാണ്. അതായത് പല പഞ്ചായത്തുകളും നഗരസഭകളുടെ ഭാഗമായതിനാൽ കണ്ണൂർ ജില്ലയിൽ ആകെ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കാസർഗോഡ് 2010 2025 LDFന് ഭരണം 13 പഞ്ചായത്തുകളിലാണ്. UDFന് 13 നിന്ന് 17 വർദ്ധിച്ചു. NDAക്ക് അന്ന് 2 പഞ്ചായത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 ആയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലാണ് നമ്മുടെ ബഹുഭൂരിപക്ഷ വോട്ടർമാരും ഉള്ളത്. അവരാണ് ശരിക്കും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വായിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. LDFന് മുന്നിൽ അതികഠിനമായ ഒരു പാതയുണ്ട്. 2010 അത്ര വലിയ തോൽവി കഴിഞ്ഞിട്ടും ഭരണം നഷ്ടമായത് 2 സീറ്റിന് മാത്രമാണ്. ആ തോർത്ത് ആശ്വസിച്ചിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം LDFന്റെ അടിസ്ഥാന വോട്ടിൽ വലിയ ചലനം ഉണ്ടായെന്നാണ് ഈ ഫലം കാണിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു പോയെന്നാണ് ഈ ഫലം കാണിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ 2 വഴിക്ക് നഷ്ടപ്പെട്ടു. ഈ 2 വിഭാഗങ്ങളും ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചതായി കാണാനില്ല. ജോസ് കെ മാണി ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും അതിൽ പോലും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം UDFലുള്ള ജോസഫ് ഗ്രൂപ്പിനാണ് വ്യക്തമായ മേൽക്കൈ കാണാനുള്ളത്. വലിയ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സ്ഥാനമാണ് നൽകിയത്. അയ്യപ്പ സംഗമത്തിലേക്ക് ഒറ്റക്കാറിലുള്ള ആ യാത്ര ആഘാതമുണ്ടാക്കിയില്ലേ എന്നും ആത്മപരിശോധന നടത്തണം. അപ്പോൾ ഇത്രയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ശേഷം അതിന് മുകളിൽ 400 രൂപയുടെ പെൻഷൻ വർധന വയ്ക്കുന്നത് കൊണ്ട് നാട്ടിൽ ഒന്നും സംഭവിക്കില്ല എന്നെങ്കിലും തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലത്. പരിശോധനകൾക്കും പ്രവർത്തികൾക്കും കൂടി ഇനി ഏതായാലും 4 മാസം തികച്ചു കിട്ടുകയുമില്ല. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.